സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിലേക്ക് ഒരിക്കൽ കൂടി. ഇക്കുറി നമ്മൾ പരിശോധിക്കുന്നത് പശ്ചിമ ബംഗാളാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. അവിടെ ഇന്ത്യ മുന്നണിയില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന തൃണമൂൽ 42, പശ്ചിമ ബംഗാളിലുള്ള ആകെയുള്ള 42 സീറ്റിലും തൃണമൂൽ മത്സരിക്കുന്നു. ഇപ്പുറത്ത് കോൺഗ്രസും ഇടതുപക്ഷവും ചേരുന്ന സഖ്യവും മത്സരിക്കുന്നു. BJPയും 42 സീറ്റിൽ മത്സരിക്കുന്നു. ഏതാണ്ടൊരു ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലുമല്ല, ചില മണ്ഡലങ്ങളിലെങ്കിലും. CPM, കോൺഗ്രസ്, RSP, CPI, ഫോർവേഡ് ബ്ലോക്ക് എന്നിവ ചേരുന്നതാണ് കോൺഗ്രസ് ഇടത് സഖ്യം. CPM 23 സീറ്റിൽ, കോൺഗ്രസ് 12 സീറ്റിൽ, RSP 3 സീറ്റിൽ, CPI 2 സീറ്റിൽ, ഫോർവേഡ് ബ്ലോക്ക് 2 സീറ്റിൽ. ഇതിനോടൊപ്പം ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ടിനെ കുറിച്ച് കൂടി പറയണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയുടെയും ഭാഗമായി മത്സരിച്ചാണ് ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട്. ഇത്തവണ ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. അവർ 17 സീറ്റുകളിൽ മത്സരിക്കുന്നു. പശ്ചിമ ബംഗാൾ ആകെ 7 ഘട്ടങ്ങളിലും പോളിംഗ് ഉണ്ട്. രാജ്യത്ത് ആകെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ഘട്ടങ്ങളിലാണ്. ഈ 7 ഘട്ടങ്ങളിലും പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പുണ്ട്. ആദ്യത്തെ 5 ഘട്ടങ്ങളിലായിട്ട് 25 സീറ്റിലെ വോട്ടെടുപ്പ് ഇതിനകം കഴിഞ്ഞു. അവസാന 2 ഘട്ടങ്ങളിലായിട്ട് 17 സീറ്റിലേക്കുള്ള പോളിംഗാണ് നടക്കാനിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഈ 2019 അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2.8% കുറവാണ് ഉണ്ടായത്. രണ്ടാം ഘട്ടത്തിൽ അത് 3.9%. മൂന്നാം ഘട്ടത്തിൽ ഏതാണ്ട് 4% പോളിംഗ് കുറഞ്ഞു. നാലാം ഘട്ടത്തിലാകട്ടെ 2.5% പോളിംഗാണ് കുറഞ്ഞത്. പക്ഷേ രാജ്യത്തെ മറ്റിടങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് മെച്ചപ്പെട്ട പോളിംഗ് ബംഗാളിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഏറ്റവും അവസാനം നടന്ന 5ാം ഘട്ടത്തിൽ ഏതാണ്ട് 75% വോട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അന്തിമ കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ പ്രചരണത്തിൻ്റെ ഒരു വേഗവും ഊർജ്ജസ്വലതയും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ശക്തമായ പ്രചാരണം നടക്കുന്നുണ്ട്. നരേന്ദ്രമോദി പലകുറി പശ്ചിമ ബംഗാളിൽ പ്രചരണം നടത്തി. അമിത്ഷാ എത്തി. മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ്, അവർ പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് സംസ്ഥാനം മുഴുവൻ പ്രചാരണത്തിനെത്തിയിരുന്നു. CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളും അവിടെ പ്രചാരണത്തിനെത്തി. എന്നിട്ടും ഈ പോളിംഗ് ശതമാനത്തിൽ എന്തുകൊണ്ട് കുറവുണ്ടായി എന്ന് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. നമുക്കൊപ്പം ഉള്ളത് R. രാജഗോപാലാണ്. അദ്ദേഹം ദി ടെലിഗ്രാഫ് പത്രത്തിൻ്റെ എഡിറ്റർ അറ്റ് ലാർജാണ്. സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. ഈ പോളിംഗ് ശതമാനത്തിൽ ബംഗാളിൽ സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും കനത്ത പോളിംഗ് ഉണ്ടാകാറുള്ള സംസ്ഥാനമാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും. പക്ഷേ ഈ 2019 അപേക്ഷിച്ച് ഇക്കുറി ചെറിയ തോതിലെങ്കിലും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അതെന്തിൻ്റെ സൂചനയായിരിക്കും? എനിക്ക് തോന്നുന്നു പോളിംഗ് ശതമാനം ഏകദേശം 2-3% വരെ ആവറേജ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടുതൽ ഓരോ ഘട്ടത്തിലും കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഒരു എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല. കാര്യം എപ്പോഴും വോട്ടിംഗിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. 2 കാരണങ്ങളാണ്. ഞാൻ ബംഗാളിലല്ല, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻഫർമേഷന് ചില പരിമിതികളുണ്ട്. അത് വെച്ച് പറയുകയാണ്. ഒന്ന്, അതിഭീകരമായ ഉഷ്ണമായിട്ട് ചൂട് ഇത്തവണ നമ്മൾ ബംഗാള് എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചൂടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ ചൂട്. പല സ്കൂളുകളും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പോലെയല്ല, അവിടുത്തെ സമ്മർ വെക്കേഷൻ തുടങ്ങുന്ന ഇന്നലെ 2 ദിവസം മുമ്പ് തുടങ്ങിയിട്ടുള്ളൂ സ്കൂളുകൾക്ക് സമ്മർ വെക്കേഷൻ. അപ്പോൾ 3 ആഴ്ച മുമ്പ് തന്നെ പല സ്കൂളുകളും വീണ്ടും നമ്മൾ കോവിഡ് സമയത്ത് കണ്ടതുപോലെ ഓൺലൈൻ വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് പഠിക്കുക, അങ്ങനെ സ്കൂളുകൾ പൂട്ടുകയും വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് അയക്കും. അങ്ങനെ അത്ര രീതിയിലുള്ള ചൂട് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഉഷ്ണമായിരുന്നു. അതൊരു കാരണമായിട്ട് പലരും പറയുന്നുണ്ട്. മറ്റൊരു കാരണം ഞാൻ നോക്കിയിട്ട് കാണുന്നത്, ഇപ്പൊ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അവർ വന്ന് ജോലി ചെയ്യാൻ വരുന്ന തൊഴിലാളികൾ പലരും ഇത്തവണ തിരിച്ച് വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അത് പറയാൻ കാരണം, കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ വലിയ ആഘോഷത്തോടെ പല പാർട്ടികളും, അതായത് ബസ്സുകൾ അറേഞ്ച് ചെയ്യും, ചിലർ പ്ലെയിനിൽ തന്നെ വിമാനത്തിൽ തന്നെ ചിലരെ വോട്ടേഴ്സിനെ കൊണ്ടുവരികയൊക്കെ ചെയ്ത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ കേട്ടിട്ടില്ല. ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ പ്രതിപക്ഷത്തിന് ഉള്ള സാമ്പത്തികമായ ഞെരുക്കം അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം. പിന്നെ പൊതുവെ ജനങ്ങളിലുള്ള സാമ്പത്തികമായ ഇത്രയും പൈസ ചിലവാക്കി പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊരു തോന്നലും, പിന്നെ പാർട്ടികൾക്ക് പൈസ ഇല്ലായ്മ എന്നുള്ളൊരു ഇത് രണ്ടും ഒരു റിഫ്ലക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്. അല്ലാതെ ആളുകൾക്കിടയിൽ വോട്ടിങ്ങിന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ കാരണം കൊണ്ട് ഒരു വിമുഖതയുണ്ട് എന്നൊരു തോന്നല്, പ്രത്യേകിച്ച് ബംഗാൾ പോലെ സംസ്ഥാനത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതായത്
80കളുടെ 90കളിലും 90കളിൽ പോലും എപ്പോഴും എല്ലാ ഇലക്ഷൻസിലും നമുക്കറിയാം ഇടതുപക്ഷം തന്നെയാണ് ജയിക്കുന്നത്. അപ്പൊ യാതൊരു നമുക്കൊരു ഒട്ടും സർപ്രൈസ് ഫാക്ടർ ഇല്ലാതിരുന്നിട്ട് പോലും ആ സമയത്ത് പോലും ആളുകൾ പുറത്തു വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു ശീലമാണ്, അവരുടെ DNA-യിലുള്ള ഇതാണ്. അപ്പം ഞാൻ കരുതുന്നില്ല ഒരു എന്തെങ്കിലും രാഷ്ട്രീയ കാരണം കൊണ്ടാണ് ഇത് കുറഞ്ഞതെന്നുള്ളത്. ഈ അതികഠിനമായ ഉഷ്ണവും പിന്നീട് ഞാൻ പറഞ്ഞ സാമ്പത്തിക അതായത് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട്, അതുപോലെ കേരളത്തിൽ നമ്മൾ വാർത്തകളൊന്നും കണ്ടില്ല പെട്ടെന്ന് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് തോന്നുന്നില്ല, അറിയില്ല. ഇനിയിപ്പോ ഞാൻ അനക്ഡോട്ടൽ എവിഡൻസ് വെച്ച് ഞാൻ പറയുന്നത് ഈ രണ്ട് സംശയങ്ങളാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ തോന്നുന്നു രാഷ്ട്രീയമായ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. നമ്മളുടെ അവിടെ തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബംഗാളിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ BJP വലിയ കുതിപ്പുണ്ടാക്കി ബംഗാളിൽ. 2009 ഒരു സീറ്റിലും 2014 2 സീറ്റിലും വിജയിച്ച BJP 2019 18 സീറ്റിലാണ് ജയിച്ചത്. തൃണമൂൽ കോൺഗ്രസിനെ ഞെട്ടിച്ച തെരഞ്ഞെടുപ്പുകളും, തൃണമൂൽ കോൺഗ്രസിനെ മാത്രമല്ല ഒരുപക്ഷെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ സമീപിച്ച സകലരെയും ഞെട്ടിക്കുന്നതായിരുന്നു ബംഗാളിലെ BJPയുടെ 18 സീറ്റിലെ വിജയം. ഈ BJPയുടെ വളർച്ച തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയിരുന്നു മമതാ ബാനർജി. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. BJPയുടെ ആഭ്യന്തര വിവരങ്ങളനുസരിച്ചാണെങ്കിൽ മറ്റിടങ്ങളിൽ ഒരുപക്ഷെ നഷ്ടപ്പെടാനിടയുള്ള സീറ്റുകൾ അതിൽ ചെറിയൊരു അളവെങ്കിലും ബംഗാളിൽ നിന്ന് നികത്തും എന്നാണ് BJPയുടെ അവകാശവാദം. അവർ 26 മുതൽ 32 വരെ സീറ്റ് അവിടെ ജയിക്കും എന്നൊരു അമിത ആത്മവിശ്വാസവും BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ 2019 അതെ താങ്കൾ പറഞ്ഞ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഞെട്ടി. എന്നെ വളരെയധികം ഞെട്ടിച്ച, പേഴ്സണലായിട്ട് വളരെയധികം ഞെട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല BJP ഇത്ര വലിയൊരു നേട്ടം ഉണ്ടാക്കുന്നുള്ളത്. അത് പിന്നീട് പലപ്പോഴും മറ്റ് ഇതിൽ നോക്കൂ, മിക്കവാറും അതിനെല്ലാവരും അതിന് ക്രെഡിറ്റ് ചെയ്തത് നരേന്ദ്രമോദിയുടെ വിജയം, BJPയുടെ വിജയത്തെക്കാട്ടി നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വിജയമായിട്ടാണ് പലരും. കാര്യം BJP ഇപ്പോഴും ബംഗാളിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷനിലാകട്ടെ പ്രാദേശിക തരത്തിലുള്ള നേതൃനിരയിലാകട്ടെ അത്രയൊന്നും ഒരു ശക്തിയുള്ള ഒരു പാർട്ടിയല്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന ഒരു ഫാക്ടർ അത് വളരെ വലിയൊരു ഫാക്ടറായിരുന്നു. അതുപോലെ ബംഗാളിൽ വളരെ വ്യത്യസ്തമായി, അതായത് നിയമസഭാ ഇലക്ഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവർക്ക് വോട്ട് ചെയ്യാൻ, അവരുടെ ഇലക്ടറേറ്റിന് അങ്ങനെ ഒരു മനസ്സും ഒരു ദേശീയ രീതി മറ്റൊരു രീതിയിൽ വോട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ട് എന്നുള്ളൊരു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വോട്ടിംഗ് ആണ് 2019 നടന്നത്. ഇപ്പൊ 2024 അതിനുശേഷം 2021 നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ശരിക്കും പറഞ്ഞാൽ 2021 BJP മോശമായ രീതിയിലല്ല, ഒന്നുമില്ലായ്മയിൽ നിന്നും രണ്ടാമത്തെ, അതായത് CPM-നെയും കോൺഗ്രസിനെയും പുറന്തള്ളി രണ്ടാമത്തെ പ്രതിപക്ഷമായി BJP. പക്ഷെ അന്ന് BJP അധികാരത്തിൽ, അതായത് 2019 ഈ ഉജ്ജ്വലമായ പ്രകടനത്തിന് ശേഷം 2021 അസംബ്ലി ഇലക്ഷനിൽ BJP അധികാരത്തിൽ വരും എന്നൊരു പെർസെപ്ഷൻ ഈ നരേന്ദ്രമോദിയും അമിത്ഷായും, എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഏകദേശം 38 മുതൽ 40 വരെ യോഗങ്ങളിൽ സംസാരിച്ചു. ഒരു അസംബ്ലി ഇലക്ഷനിൽ ഒരു പ്രധാനമന്ത്രി സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പം ഈ ഗോയിങ് ഔട്ട് ഓൺ എ ലിംബ് എന്ന് പറഞ്ഞ എല്ലാം സ്റ്റേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു മത്സരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് BJP ജയിക്കും എന്നൊരു പ്രതീക്ഷ അവർ ഉണ്ടാക്കുകയും ഇങ്ങനെ ജയിക്കാതിരിക്കുകയും ജയത്തിന്റെ അടുത്തൊന്നും എത്തിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം BJPയുടെ 2021 വിജയത്തെ പലരും രാഷ്ട്രീയപരമായ രീതിയിൽ കുറച്ച് കാണാൻ ശ്രമിച്ചു. പക്ഷെ അതൊരിക്കലും നമ്മൾ 72 സീറ്റ് കിട്ടി, 72 സീറ്റ്, അതായത് 2 സീറ്റിൽ നിന്ന് 72 സീറ്റ് ഒരു ഇലക്ഷനിൽ പോവുക എന്ന് പറഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 5 വർഷത്തിൽ മാറുക എന്ന് പറഞ്ഞ ഒരു വളരെ നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു നേട്ടമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ BJP പോലും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അവരത് അസംബ്ലി ഇലക്ഷനിൽ മമതയുടെ വിജയമായിട്ട് കണക്കാക്കി. പക്ഷെ ഞാനും മറ്റ് പലരും അങ്ങനെയല്ല, BJPയുടെ വളർച്ചയുടെ സൂചക തന്നെ. അപ്പൊ 2019 മോദിയുടെ വിജയമായിരുന്നെങ്കിൽ 2021 BJPയുടെയും കൂടെ നേട്ടമായിരുന്നു, അതായത് BJPക്ക് നേട്ടം ഉണ്ടാക്കുന്ന. അപ്പൊ 24 വന്നപ്പോൾ തുടക്കത്തില് പലരും BJPക്ക് തീർച്ചയായിട്ടും മറ്റിടങ്ങളിൽ ചില ഇടിവ് സംഭവിച്ചാലും ബംഗാളാണ് ഒരു ഗ്രോത്ത് ഏരിയ എന്നൊരു അപ്പൊ എല്ലാവരും അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞു ആദ്യമുള്ള സംഭാഷണങ്ങളിലും പെർസെപ്ഷനിലും അങ്ങനെ ഒരു ധാരണ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരു 3 മാസം മുമ്പ് BJP 22 മുതൽ 26 സീറ്റ് വരെ നേടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പലരും ഒരു സംഭാഷണ രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മറ്റുള്ളവരോട് സംസാരിച്ചതെന്നുള്ള ഇതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് നേരിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതല്ല.
അത് മാത്രമല്ല എനിക്കറിയില്ല ഇത് ഈ കാൽക്കുലേഷൻസ് ഒക്കെ പാർട്ടികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പല ഒബ്സർവേഴ്സും എങ്ങനെയാണ്, അതായത് 3 മാസം മുമ്പ് അവർ ഇത്ര സീറ്റ് പ്രതീക്ഷിച്ചു, ഇപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു, ഇതെല്ലാം എന്ത് ബേസിലാണെന്ന് പറയുന്ന അറിയില്ല. പക്ഷേ ഇതെല്ലാം പെർസെപ്ഷൻസ് ആണ്, നമുക്കത് മാത്രമേ നിവൃത്തിയുള്ളൂ. അല്ലാതെ നമുക്കൊരു ഒരു പോൾ നടത്താനൊന്നും ഇപ്പൊ പറ്റില്ല നമുക്ക്. അപ്പൊ ഈ പെർസെപ്ഷൻ വെച്ച് പറയുമ്പോൾ ഇപ്പൊ ഇന്നലെയോ മനഞ്ഞോന്നോ 2 ദിവസം മുമ്പോ നമ്മൾ പലരുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരെല്ലാം പറയുന്ന ആ 3 മാസത്തെ ഇതിൽ നിന്ന് BJPക്ക് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്, തൃണമൂല് കഴിയുന്നതിൽ നിന്ന് നന്നായി ചെയ്യുമെന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഞാൻ വീണ്ടും പറയുന്നത് ഇതെല്ലാം പെർസെപ്ഷനാണ്, ഇതൊരു ബേസിസ് അല്ല. അപ്പൊ അവര് പറയുന്ന ഒരു BJP തൃണമൂൽ ഒരു 28 തൊട്ട് 30 വരെ കടന്നാലും അവർ കടങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നു. BJP പ്രത്യേകിച്ച് നോർത്ത് ബംഗാൾ, BJPക്ക് വലിയ നേട്ടം ഉണ്ടായത് നോർത്ത് ബംഗാൾ ഏരിയയിലാണ്. നോർത്ത് ബംഗാളിന്റെ പ്രധാനമായിട്ട് സൗത്ത് ബംഗാളും നോർത്ത് ബംഗാൾ എന്ന രീതിയിലാണ് ബംഗാളെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പം നോർത്ത് ബംഗാളിൽ വളരെയധികം നേട്ടങ്ങൾ 2019 BJP നേടിയിരുന്നു. അത് ഇത്തവണ അങ്ങനെ പറ്റില്ല, അവിടെ അവർക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പ് ബംഗാളിനെ സംബന്ധിച്ചിപ്പോൾ ബംഗാളിനേക്കാൾ കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ 5 ഘട്ടമായിട്ടായിരുന്നു പോളിംഗ്. ബംഗാളിൽ പക്ഷേ 7 ഘട്ടമായിട്ടാണ് ഈ പോളിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ 7 ഘട്ടമാക്കിയത് BJP നേതാക്കൾക്ക് പ്രചാരണത്തിന് സമയം കിട്ടാനാണ് എന്ന ഒരു ആക്ഷേപമുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ അവർ പലതവണ ഈ ഓരോ ഘട്ടത്തിലും ബംഗാളിൽ വന്നു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ 7 ഘട്ടമാക്കിയത് പ്രചരണത്തിൽ BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന് പ്രധാന കാരണം എല്ലാത്തോളം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPയുടെ ബംഗാളിലെ ഏറ്റവും വലിയ ആയുധം അല്ലെങ്കിൽ മാസ്കട്ട് എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പം എത്രത്തോളം കൂടുതൽ ഫേസസ് ആക്കാമോ അത്രത്തോളം അദ്ദേഹത്തിന് യോഗങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റും. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും, എനിക്ക് തോന്നി ഇത്തവണയും ബംഗാളിലെ ഏറ്റവും വലിയ ഇലക്ഷൻ ഇഷ്യൂ നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നരേന്ദ്രമോദി തന്നെയാണ് ഇഷ്യൂ. അത് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ അതിനോടനുബന്ധിച്ചാണ് മറ്റെല്ലാ കാര്യങ്ങളും, CA ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും. പക്ഷെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പൊ ആ നരേന്ദ്രമോദിയെ മാക്സിമം അദ്ദേഹത്തിന് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു വളരെ അസാധാരണമായ ഒരു ഷെഡ്യൂള്. ഇപ്പൊ ഉദാഹരണം തമിഴ്നാട്ടിൽ എനിക്ക് 1 ദിവസം കൊണ്ടല്ലേ ചെയ്തത്. തമിഴ്നാട്ടിൽ സീറ്റുകൾ വെച്ച് നോക്കണമെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ബംഗാളുമായിട്ട്. പക്ഷേ അവർ പറയുന്ന ബംഗാളിൽ ട്രഡീഷണലി അക്രമമുള്ള ഒരു പൊളിറ്റിക്കൽ വയലൻസ് ഉള്ള, ശരി തന്നെയാണ്, തീർച്ചയായിട്ടും അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ 7 ഫേസ് തന്നെ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ തക്കവണ്ണം മാത്രം ഇന്ത്യയെ പോലെ നമ്മളിപ്പോൾ ഒരു 47 സൂപ്പർ പവർ ആകാൻ പോകുന്ന ഒരു രാജ്യത്തിന് ഈ ഒരു സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 7 ഫേസസ് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇപ്പൊ 1 ഇലക്ഷൻ 1 നേഷൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര മിക്കവാറും മാസങ്ങളോളം കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് നരേന്ദ്രമോദി എന്നൊരു വ്യക്തി, അമിത്ഷായും ചെയ്തു. പക്ഷേ ഇവിടെ പ്രധാന വ്യക്തി നരേന്ദ്രമോദി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. റൈറ്റ്. ഇപ്പോൾ 2019 നേടിയ വിജയത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. BJP നേടിയ വിജയത്തെക്കുറിച്ച് 18 സീറ്റ്. അതിൽ ഏറ്റവും അധികം ആശങ്കയുണ്ടായത് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വളരെ ഡ്രമാറ്റിക്കായിട്ട് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ബൗൺസ് ബാക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ പിടിക്കും എന്ന് ഉറപ്പിച്ചിറങ്ങിയ BJPയെ വലിയ വീറോടെയാണ് തൃണമൂൽ നേരിട്ടത്. 215 സീറ്റിലാണ് തൃണമൂൽ നിയമസഭയിലേക്ക് വിജയിക്കുന്നത്. തൃണമൂൽ നേടുന്ന അവർ അധികാരം നിലനിർത്തുന്ന ഘട്ടങ്ങളിലൊന്നും ഇത്രയും കൂടുതൽ സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിജയത്തിൽ ഈ സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണ വലിയ തോതിൽ തൃണമൂലിനെയും മമതാ ബാനർജിയും സഹായിച്ചു എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ആ ട്രെൻഡ്, അതായത് സ്ത്രീകൾക്കിടയിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഉള്ളൊരു സ്വാധീനം, ആ ട്രെൻഡ് നിലനിർത്താൻ തൃണമൂലിനും മമതയ്ക്കും ഈ 2024 സാധിക്കുന്നുണ്ടോ? അത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് വന്നാലേ പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും മൈനോറിറ്റീസിന്റെ ഇടയിൽ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും എനിക്ക് തോന്നുന്ന തീർച്ചയായിട്ടും മമതയുടെ കൂടെ തന്നെയാണ്. അത് പ്രത്യേകിച്ച് അവർക്കിടയിൽ ഒരുപാട് മമതയ്ക്കെതിരെ വിമർശനമുണ്ടോ എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, കാര്യം ലോക്കൽ ഇഷ്യൂസും മറ്റു കാര്യങ്ങളും. പക്ഷെ അവസാനം പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഇത്തവണയും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വോട്ടർ മമതയ്ക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നുള്ളു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ന്യൂനപക്ഷത്തിന് മമത സെക്യൂരിറ്റി എന്നൊരു സംഭവം ബംഗാളിൽ കൊടുത്തിട്ടുണ്ട്. മമത മാത്രമല്ല, ഇടതുപക്ഷവും അത് എപ്പോഴും ചെയ്തിട്ടുണ്ട്. അത് മമതയുടെ ഒരു പ്രത്യേകതയല്ല ഞാൻ പറയുന്നത്, ഇടതുപക്ഷവും ചെയ്തിട്ടുണ്ട്, മമതയും അത് തന്നെ തുടരുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റെന്തൊക്കെ പരാതി ഉണ്ടെങ്കിലും ഒരു BJP സർക്കാർ വരുന്നതിലുള്ള ഇൻസെക്യൂരിറ്റി എന്നുള്ള സാധനം മമത ഉള്ളപ്പോൾ ഇല്ല. അപ്പം തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ മമതയോടെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം.
വനിതകളുടെ കാര്യത്തിൽ നമുക്കറിയില്ല അവരുടെ ഏത് ഫാക്ട്. കാര്യം മോദിയും ഞാൻ ഉത്തർപ്രദേശിലെല്ലാം പോയി പലപ്പോഴും അനുഭവിച്ചിട്ട് മോദി വനിതകളുടെ ഇടയിൽ മോദി വളരെ അദ്ദേഹത്തിന് ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. അദ്ദേഹം ഈ നമ്മൾ ശരിക്കും ഒരു മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതായത് അടുക്കള കാര്യങ്ങളിൽ നമ്മൾ എന്തുകൊണ്ട് എപ്പോഴും ഒരു വനിതയുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ പറയുന്നത്. അടുക്കള ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അത് നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്ന്. പക്ഷെ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും മോദി ഈ കുടുംബത്തിൽ നമ്മൾ സാധാരണ ഈ ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ പുറത്ത് നമ്മൾ അധികം കാണാത്തവരുമായിട്ട് മോദിക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നൊരു തോന്നലുണ്ട്. അത് എത്രമാത്രം ഇത്തവണ, പക്ഷേ 2019 അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധനമാണ്. 2019 മോദിക്ക് അത് അവരെ അട്രാക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്, അവരെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ഒരു ഫാക്റ്റാണ്. അത് ഇത്തവണയും വീണ്ടും സംഭവിക്കും. അപ്പൊ ഞാൻ പറയുന്നത് 2019ഉം 2021 നമ്മൾ വേറിട്ട് കാണേണ്ടതില്ല. അത് 2021 പോലെ സംഭവിക്കണം എന്നില്ല. ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് 2019 മോദിക്ക് അനുകൂലമാണ്. ആ രീതിയിൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ മോദിക്ക് വീണ്ടും അനുകൂലമാകാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇത് വെച്ച് നോക്കി പറയേണ്ടത്. പക്ഷെ പിന്നെ വനിതകൾ അങ്ങനെ പ്രത്യേകിച്ച് വനിതകൾ ഒരു ബ്ലോക്കായിട്ട് വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തെ പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് തീർച്ചയായില്ല. പക്ഷെ ന്യൂനപക്ഷം തീർച്ചയായിട്ടും മമതയുടെ കൂടെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സന്ദേശ് ഖാലി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മുടെ മുമ്പിലുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ ഭീഷണിപ്പെടുത്തി സ്ഥലം തട്ടിയെടുത്തു, സ്ത്രീകളെ ഉപദ്രവിച്ചു എന്നൊക്കെ ആക്ഷേപം വരുന്നു. അതിൽ ഈ അക്രമത്തിനിരയായ സ്ത്രീകൾ തന്നെ അത് തുറന്നു പറയുന്ന സാഹചര്യം, പിന്നീട് BJP-ക്കാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചിലരെങ്കിലും തിരുത്തി പറയുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മൾ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മാത്രമല്ല CPM കോൺഗ്രസ് സഖ്യവും അല്ലെങ്കിൽ ഇടത് കോൺഗ്രസ് സഖ്യവും സന്ദേശ് ഖാലി ഒരു പ്രധാന പ്രചാരണ വിഷയം ആക്കിയിരുന്നു. BJP പക്ഷേ അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ ആവോളം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് എത്രത്തോളം ആഘാതമുണ്ടാക്കും തൃണമൂലിന്? ഇതും എനിക്ക് തീർച്ചയായും നമുക്ക് ഒരു ടെലിവിഷൻ ഡിബേറ്റിലോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, ഒരു വേദിയിൽ നിന്നോ നമുക്ക് പറയുമ്പോൾ ഇതെല്ലാം പറയാനുള്ള ബ്രാഗിങ് പോയിന്റ്സ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയെ പോലെ അത് വളരെ ദയനീയമായ അത് നമുക്ക് ഒരിക്കലും ഒരു അഹങ്കാരത്തോടെ ഒരു അഭിമാനത്തോടെ പറയേണ്ട കാര്യമല്ല. ഇന്ത്യയെ പോലെ പല സംസ്ഥാനങ്ങളിലും വനിതകളെ വളരെ മോശമായി കൈകാര്യം ചെയ്തിട്ടുള്ള, അവരോട് വളരെ മോശമായി പെരുമാറിയിട്ടുള്ള പലരും വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനൊരു കാര്യങ്ങൾ ഇതൊരു വലിയ ഇലക്ഷൻ ഇഷ്യൂ ആവേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിൽ പൊതുവേ നമ്മൾ കാണുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാകാറില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ അത് നമ്മൾ ഈ വോട്ടർ വോട്ടറി എന്ന് പറയുന്നു, ഒരു പാർട്ടിയെ കുറിച്ച് ഇത് പറയുമ്പോൾ മറ്റേ പാർട്ടിയുടെ ഇത് പറഞ്ഞ് നമ്മൾ നേരിടാൻ പാടില്ല എന്നുള്ളെങ്കിലും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഞങ്ങളുടെ കൈകൾ വിശുദ്ധമാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നു. എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഏതെങ്കിലും പാർട്ടിക്ക്. എല്ലാ പാർട്ടിയിലും ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരും വളരെ മോശമായി പെരുമാറുന്നവരും അവരെക്കുറിച്ച് വളരെ മോശമായ ധാരണകൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരും ഈ എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇവരെല്ലാം നമ്മൾ തന്നെ പലപ്പോഴും ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്ന പല പാർട്ടികളുടെയും നേതാക്കന്മാര് വിമൻസ് ബില്ല് പണ്ട് കോൺഗ്രസ് UPA ഭരണത്തിൽ നിന്നപ്പോൾ വിമൻസ് ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ പറഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അതൊന്നും ഒരു ആധുനിക സൊസൈറ്റിയിൽ ഒരിക്കലും ഒരു വാചകം പോലും അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ അവർക്കൊരു രാഷ്ട്രീയ ഭാവി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവരെല്ലാം ഇപ്പോഴും വളരെ പൊളിറ്റിക്കലി ഫ്ലറിഷ് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അൺപ്ലസന്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഈ സന്ദേശ് ഖാലി ഒരു ഇലക്ഷൻ വിഷയമാകേണ്ടതാണ്. പക്ഷെ എനിക്കത് തീർച്ചയില്ല. ഇന്ത്യയുടെ ഇതുവരെയുള്ള അത് തന്നെ ബംഗാളിൽ ഞാൻ വീണ്ടും പ്രത്യേകിച്ചൊരു ഇതുകൊണ്ട് പറയുന്നില്ല, ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ദയനീയമായ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ഇഷ്യൂ ആവാറില്ല എന്നുള്ളത് നമ്മൾ അത് ഇത്തവണ നരേന്ദ്രമോദിക്ക് പ്രതികൂലമായി ബംഗാളിൽ അത് അനുകൂലമല്ല എന്നുകൊണ്ട് നമ്മളിപ്പോൾ സെക്യുലർ ലോബി എന്നൊക്കെ പറയുന്നവർ ആഘോഷിക്കപ്പെടായിരിക്കും. പക്ഷെ അത് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അതൊരു ഇലക്ഷൻ ഇഷ്യൂ ആവേണ്ടതാണ്. അത് ഇലക്ഷൻ ഇഷ്യൂ ആയാൽ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ആയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ BJP ഇതിനെ കൃത്യമായി വർഗീയമായ പ്രചരണത്തിന് ഉപയോഗിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി പോലും അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രതിയുടെ പേരാണ് അത് ഷാജഹാൻ എന്നുള്ള അതിനെക്കുറിച്ച് ഒരു ഊന്നലും ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള അതിൽ ഒരു പ്രത്യേക ഒരു വ്യംഗ്യ ഇതും അദ്ദേഹം തീർച്ചയായിട്ടും ആ പ്രതിയുടെ മതം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റേത് തൊലിക്കട്ടിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ മുതലക്കണ്ണീർ ഒഴുക്കാൻ വളരെ വിദഗ്ധനാണ് അദ്ദേഹം. മാത്രമല്ല മിക്കവാറുമുള്ള
നമ്മളെല്ലാവരും പ്രത്യേകിച്ച് മുദ്രക്കണ്ണീരുകാരുടെ സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിന് കണ്ണീര് ഒഴുക്കാമായിരുന്നു. പക്ഷെ അത് ഈ ചെയ്തത് ഒട്ടും ശരിയല്ല. ഈ വ്യംഗ്യാർത്ഥം വെച്ച് അദ്ദേഹം ഈ പേരിങ്ങനെ ഊന്നി ഊന്നി സംസാരിക്കുക. അപ്പൊ ഇതെല്ലാം കൊണ്ട് വീണ്ടും എനിക്ക് തോന്നുന്നത് ഈ സ്ഥലത്തെല്ലാം വളരെ ന്യൂനപക്ഷങ്ങൾ വളരെയധികം വോട്ടേഴ്സ് ഉള്ളവരാണ്. അപ്പൊ അവരെ സാധാരണഗതിയിൽ അത് അവരെ കൂടുതൽ മമതയുടെ അടുത്തേക്ക് നയിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് എന്റെ ഒരു റീഡിങ്. അതുകൊണ്ട് ഇത് കേട്ടതുകൊണ്ട് മാത്രം ഇനി ഏതെങ്കിലും ഒരു ഹിന്ദു വോട്ടർ മമതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാനിരുന്നിട്ട് ഈ ഷാജഹാൻ ഇദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ട് മാത്രം ഇനി ഇദ്ദേഹത്തിന് BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്നൊരു തോന്നൽ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഇല്ല. കാര്യം ബംഗാളിനെ അത്രമാത്രം, ബംഗാള് ഒരു 10 വർഷം മുമ്പുള്ള ബംഗാൾ അല്ല ഇപ്പോഴത്തെ ബംഗാൾ. ആ ബംഗാളിനെ അത്രമാത്രം ധ്രുവീകരിക്കാൻ BJP കഴിഞ്ഞു എന്നുള്ളത് വളരെ ദയനീയമായ ഒരു സത്യമാണ്. അങ്ങനെയുള്ള നടന്ന വളരെ വൃത്തികെട്ട, വളരെ എന്താ പറയണ്ട, വളരെ പത്തറ്റിക് എന്ന് പറയുന്ന രീതിയിലുള്ള ധ്രുവീകരണം നടന്ന ഒരു സ്ഥലത്ത് ഇത് അത്ര വലിയൊരു കോളിളക്കം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നരേന്ദ്രമോദി പറഞ്ഞ ഈ കാര്യവും ഷാജഹാനെതിരെയുള്ള ചാർജസ് രണ്ടും അൺഫോർച്ചുനേറ്റ്ലി ഇത് വലിയ ഇതുണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ വളരെ നല്ലത് എന്ന്. അത് തൃണമൂലിൽ അതിന് തിരിച്ചടി കിട്ടിയാലും ദോഷമില്ല. കാര്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഇപ്പൊ സന്ദേശ് ഖാലി പോലുള്ള ഒരു പ്രശ്നം, ഇപ്പൊ അവര് പൈസ കൊടുത്ത് ചെയ്തോ എന്തോ ആകട്ടെ, ചില വനിതകളിൽ ഒന്നിൽ കൂടുതൽ വലുത്, ഒരു വനിത അതിൽ കൂടുതൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടാകുവാണെങ്കിൽ അത് നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ക്രൈംസ് തടയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ആ ഒരു സർക്കാരിന്റെ യാൺസ്റ്റിക് എന്നല്ല, അത് എങ്ങനെ അവർ അതിനോട് പ്രതികരിക്കുന്നു, ഒരു കംപ്ലൈന്റ് ഉണ്ടായ ഉടനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും തൃണമൂല് ആദ്യം അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ തൃണമൂലിന് തിരിച്ചടി കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് തിരിച്ചടി കിട്ടേണ്ടത് തന്നെയാണ്. നമ്മളതിനെ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. റൈറ്റ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം മറ്റൊന്നെടുത്തു കഴിഞ്ഞപ്പോൾ തൃണമൂൽ തുടർച്ചയായിട്ട് ഭരണത്തിലിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം അവിടെ ശക്തമായുണ്ട് എന്ന് നമ്മൾ പല റിപ്പോർട്ടുകൾ വായിക്കുമ്പോഴും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അഴിമതി ആരോപണങ്ങൾ പല നിലയ്ക്ക് ഉയരുന്നുണ്ട്. നേരത്തെ സന്ദേശ് ഖാലിയിലൊക്കെ ഉണ്ടായതുപോലെ താഴെത്തട്ടിലുള്ള നേതാക്കളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അതിന് പുറമെയാണ്. ഇതിനൊക്കെ ഈ മമതാ ബാനർജിയുടെ ഒരു ജനകീയ പ്രതിച്ഛായ, അഭിഷേക് ബാനർജിയുടെ സംഘാടന മികവ്, ഇതുകൊണ്ട് ഇത്തരം എതിർഘടകങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കുന്നുണ്ടോ തൃണമൂലിന്? ഞാൻ വീണ്ടും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ പറയാൻ പറ്റും. പക്ഷേ 2021 സംഭവിച്ചത്, അത് 2019 ഈ വളരെ ഉജ്ജ്വലമായ ഒരു പ്രകടനം, അത് എല്ലാവരും ഞെട്ടിച്ച് പ്രകടനത്തിന് ശേഷം മമതാ ബാനർജി വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തിരുന്നു. അത് വീണ്ടും തുടരുന്നുണ്ട്. ഒന്ന്, ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, വളരെ തീവ്രമായ രീതിയിലുള്ള ജനസമ്പർക്ക പരിപാടികൾ ഓർഗനൈസ് ചെയ്യുക. പിന്നെ ജനങ്ങളുമായിട്ട് ദിദിക്ക് ബോലോ എന്നും പറയും, അതായത് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ, ആർക്കായാലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ഹോട്ട് ലൈൻ ചീഫ് മിനിസ്റ്റർ ഓഫീസുമായിട്ട്, അതൊരു മലയാളി IAS ഓഫീസറിന്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ആണെന്ന് ഞാൻ അറിയുന്നത്. ഒരു വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു അത്. ഒരു ഹോട്ട് ലൈൻ വരിക, എന്നിട്ട് നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ കാര്യം നടന്നാലും ഇല്ലെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ CM-ന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് തിരിച്ച് നമുക്ക് മറുപടിയായിട്ടൊരു വിളി കിട്ടുകയും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരെങ്കിലും ഒരു ഓഫീസറെ അതിനുവേണ്ടി ചെയ്യുക, അതൊരു വളരെ വലിയൊരു വിജയമായിരുന്നു. അതിനുശേഷം വെൽഫെയർ തീംസ്, ഞാൻ എപ്പോഴും പറയുന്ന, ബംഗാളിൽ ഏകദേശം 10 കോടി ജനങ്ങളുള്ള ബംഗാളിൽ ഏകദേശം 8 കോടി, അതായത് 80%, 8 കോടിയിൽ കൂടുതൽ 80% ആളുകൾ ഏതെങ്കിലും രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു വെൽഫെയർ സ്കീമിന്റെ ബെനിഫിഷ്യറിയാണ്. ഇതൊരു വലിയ കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യം. അപ്പൊ ഈ ഭരണതലത്തിൽ തന്നെ മമത ഇപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിട്ടില്ല. മോദിക്ക് നമ്മളത് വലിയ റോഡുകളോ വലിയ ഫ്ലൈ ഓവറോ വലിയ ഹൈവേസോ ബംഗാൾ ഇപ്പൊ കണ്ടാൽ നമുക്ക് ഒരു ഡെവലപ്ഡ് വേൾഡിന്റെ ഒരു ക്യാപിറ്റലാണെന്ന് അങ്ങനെ തോന്നില്ലെങ്കിലും സാധാരണക്കാരെ രീതിയിൽ ഗവേണൻസ് എന്ന് പറഞ്ഞ മമത സക്സസ്ഫുൾ തന്നെ ആയിരുന്നു ഈ കാര്യങ്ങളിലെല്ലാം. ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുള്ള പോലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം നല്ല. പക്ഷെ ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള പ്രശ്നങ്ങളിൽ മമതയ്ക്ക് ഇടപെടാൻ കഴിഞ്ഞിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും മമതയ്ക്ക് കിട്ടും. പിന്നെ നമ്മൾ അധികം സംസാരിക്കാത്ത, അത് മമതയും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അത് ഈ സാധാരണ എനിക്ക് തോന്നുന്നു ഈ ഒറ്റയാൾ പാർട്ടികൾക്ക് എല്ലാ ക്രെഡിറ്റും അവർക്ക് തന്നെ എടുക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ പറയാതെ പലപ്പോഴും ആവശ്യത്തിൽ ചർച്ച ചെയ്യാത്തൊരു കാര്യം. അവിടുത്തെ സിവിൽ സൊസൈറ്റി 21 വളരെ വലിയൊരു റോള് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ NGOs ഒരുപാട് പൊളിറ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല, രാഷ്ട്രീയമുള്ളവർ, പക്ഷെ പാർട്ടി രാഷ്ട്രീയം ഇല്ലാത്ത ഒരുപാട്, പ്രത്യേകിച്ച് പഴയ കമ്മ്യൂണിസ്റ്റുകാര്,
അങ്ങനെയുള്ളവർ ഈ BJP-ക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ മമതയ്ക്ക് BJP-ക്ക് നോ വോട്ട് ഫോർ BJP എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാമ്പയിൻ അവിടെ നടന്നിരുന്നു. നോ വോട്ട് ഫോർ BJP എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മമതയ്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം. മമതയല്ലേ പിന്നെ അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം വളരെ ശക്തമായ രീതിയിൽ ഇവരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നടന്നിട്ടുണ്ട്. 21 രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അവർ വളരെ ശക്തമായി അവർ ഇപ്പോഴും ഫീൽഡിൽ തന്നെ. നോ വോട്ട് ഫോർ BJP എന്നുള്ള വലിയൊരു, പ്രത്യേകിച്ച് അർബൻ ഏരിയാസിൽ ഇത് വലിയൊരു കാര്യം. BJP-ക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കേണ്ട സ്ഥലം വന്ന് കൽക്കട്ടയിൽ. പക്ഷെ അവർ വിചാരിച്ച പോലെ ഇപ്പോഴും ഒരുപാട് BJP-ക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ട്. കാശുകാർ, എക്സിക്യൂട്ടീവ്സ്, ബിസിനസ് ബാരൻസ്, അവരെല്ലാം അവർക്കുണ്ടെങ്കിലും കൽക്കട്ട പോലെ സ്ഥലത്ത് ശരിക്കും BJP-ക്ക് വളരെ ഫലക്കൂറുള്ള ഒരു നല്ല ഒരു വളക്കൂറുള്ള ഒരു മണ്ണാണ്. പക്ഷെ അവിടെ ഇതിപ്പോഴും വേണ്ട രീതിയിൽ ഇലക്ടറലി അവർക്ക് വോട്ട് ഷെയർ കൂടുന്നുണ്ട്. പക്ഷെ ഇലക്ടറലി അവർക്ക് ഇതുവരെ ഗെയിൻസ് ഉണ്ട്. അതിനൊരു പ്രധാന കാരണം ഈ സിവിൽ സൊസൈറ്റി തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഇപ്പോഴും ആ ഫീൽഡിലുണ്ട്. അപ്പൊ ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് BJP വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകണമില്ല എന്നുള്ളത്. ഈ BJP പ്രതീക്ഷിക്കുന്ന ഒരു 2019 നിന്നുള്ള മുന്നോട്ട് പോക്ക്, അതിനവർ ആശ്രയിക്കുന്ന വേറൊരു ഘടകം എന്ന് പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിയാണ്. അതുവഴി ബംഗാളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പഴയ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ മധുവ വിഭാഗക്കാർക്കെല്ലാം പൗരത്വം എന്നത് BJP നേർക്കുനേർ പറയുന്ന കാര്യമാണ്. ഇതേതെങ്കിലും വിധത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഈ മധുവ വിഭാഗത്തിലെ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. അവർക്ക് പൗരത്വം എന്ന് പറയുന്നത് ഏതാണ്ട് ജന്മസിദ്ധമാണ്. ഈ CAA പ്രകാരം അപേക്ഷിച്ചാൽ തങ്ങൾ ബംഗ്ലാദേശുകാരാണെന്ന ആരോപണം നേരിടേണ്ടി വരും എന്ന ഒരു ഭയവും അവരിൽ പലർക്കും ഉണ്ടാവാം. അതുകൊണ്ട് ഈ CAA ഊന്നിയുള്ള പ്രചാരണം അത് BJP-ക്ക് ബംഗാളിൽ അവർ വിചാരിക്കുന്നൊരു ഗുണമുണ്ടാക്കുമോ? താങ്കൾ പറഞ്ഞ ഒന്ന് CAA-യുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇവരുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ട്. കാര്യം നമ്മൾ വളരെ ഇന്ത്യയുമായി വളരെ ഇഴകിച്ചേർന്ന ഒരു സൊസൈറ്റി, പെട്ടെന്ന് അവരുടെ അടുത്ത് വീണ്ടും നിങ്ങൾ ഇന്ത്യക്കാരല്ല, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറയുന്ന അതൊരു പ്രശ്നം തന്നെ. അതിനേക്കാൾ ഉപരി രാഷ്ട്രീയമായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ മധുവ കമ്മ്യൂണിറ്റിയും ഈ CAA അനുകൂലിക്കുന്നവരുടെയുമുള്ള ബെനിഫിറ്റ്സ് BJP-ക്ക് ഓൾറെഡി നേടിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഈ എക്സ്ട്രാ ഗെയിൻസ് എന്തെങ്കിലും ഉണ്ട്. കാര്യം കഴിഞ്ഞ തവണയും മാത്തുവ വളരെ അസന്തുഷ്ടരായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ BJP-ക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് അവര്. ഇതുകൊണ്ട് BJP-ക്ക് ഇനി കൂടുതൽ എക്സ്ട്രാ ഗെയിൻസ് ഒന്നും ഉണ്ടാകും എന്നുള്ള എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്കവാറും ചിലപ്പോൾ കോട്ടമേ ഉണ്ടാകാൻ വഴിയുള്ളൂ. കാര്യം മമത വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ പോലെ മമതയും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരാളെ പോലും പുറത്ത് അവർ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ ഒരാളെ പോലും അവർ തൊടാൻ സമ്മതിക്കില്ല എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വരുമ്പോൾ കുറച്ചെങ്കിലും വോട്ടുകൾ മമതയ്ക്ക് കിട്ടാൻ, എക്സ്ട്രാ വോട്ട് മമതയ്ക്കാണ് കിട്ടാൻ ചാൻസ്. BJP-ക്ക് അവർക്ക് നേടുന്ന മാക്സിമം ഗെയിൻസ് ഉണ്ടാകുക. ഇനിയുള്ള ഡിമിനിഷിങ് ഈ CAA ഇനിയും ബംഗാളിൽ മിക്കവാറും ഡിമിനിഷിങ് റിട്ടേൺസ് ആവാൻ സാധ്യതയില്ല. കൂടുതൽ വോട്ട് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല ഈ ഇഷ്യൂവിന്റെ പേരിൽ. റൈറ്റ്. ഇനി ഉള്ളത് ഇടത് കോൺഗ്രസ് സഖ്യമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർത്തും പരാജയപ്പെട്ട ഒരു സഖ്യം ഇക്കുറി അത് ആവർത്തിക്കുമ്പോൾ ഈ നേതൃതലത്തിലുള്ള സഖ്യത്തിന് ഉപരിയായിട്ട് ഇത് താഴെ തലത്തിലേക്ക് ഈ സഖ്യം ഉണ്ടായിട്ടുണ്ടോ? ഈ 2021 സഖ്യം പരാജയമാണെന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ സീറ്റ് അല്ലെങ്കിൽ വോട്ട് ഷെയർ ഇതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അത് BJP-യെ തോൽപ്പിക്കുന്നതിൽ വളരെ ഒരു പങ്ക് വഹിച്ചു എന്ന് ഞാൻ പേഴ്സണലി കരുതുകയാണ്. കാര്യം ആ ലെഫ്റ്റും കോൺഗ്രസും അവർക്ക് കിട്ടിയ എത്ര തുച്ഛമായ വോട്ടായിരിക്കും ആ വോട്ടുകൾ അങ്ങനെ ഒരു ഇതായിട്ട് ഒരുമിച്ച് അവിടെ ബാലറ്റ് ഫീൽഡ്, അവരുടെ ഇലക്ഷൻ ഫീൽഡ് ഇല്ലായിരുന്നെങ്കിൽ ആ വോട്ട് മുഴുവൻ BJP-ക്ക് പോയിരുന്നു. അതൊരു ആന്റി മമത വോട്ടാണ്, വളരെ ശക്തമായ ഒരു ആന്റി മമത വോട്ടാണ് ആ വോട്ട്. ആ വോട്ട് മുഴുവൻ BJP-ക്ക് പോയിരുന്നു. അപ്പൊ ചില അസംബ്ലി ഇലക്ഷനിൽ ഒരു 1000, 5000, 10,000 ഒക്കെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ചിലപ്പോൾ റിസൾട്ട് തന്നെ മാറിപ്പോകുമായിരുന്നു. വലിയ രീതിയിൽ മാറ്റം വരുന്ന ഞാൻ പറയുന്നത് ചില മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പം ആ രീതിയിൽ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ അതൊരു പരാജയമാണെന്ന് നമുക്ക് ഇപ്പം ലെഫ്റ്റിന്റെ സീറ്റ് വെച്ച് അത് 0, ഒരു സീറ്റും കിട്ടിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പരാജയമാണ്. നമുക്ക് പരിഹസിക്കാനും ഒക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അതൊരു പ്രത്യേക പലർക്കും ഒരു ഉത്സാഹമാണ്. അങ്ങനെ ഇത്രയും നാൾ ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് 0 കിട്ടി എന്നൊക്കെ ഞാൻ പല രാഷ്ട്രീയ നിരീക്ഷകരെയും വളരെ പരിഹാസത്തോടെ അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഒരു കർത്തവ്യം അവരോട് നിർവഹിച്ചു. BJP-യിലേക്ക് വോട്ട് ഫ്ലോ തടയുക എന്നുള്ളൊരു കാര്യം വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ മമത അത് പറയില്ല തീർച്ചയായിട്ടും. കാര്യം മമതയുടെ പ്രിൻസിപ്പൽ റൈവൽസ് ആണ്. ലെഫ്റ്റാണ് ഏറ്റവും വലിയ മമതയെ പലപ്പോഴും പല ഗ്രാമങ്ങളിലും ഇപ്പോഴും BJP-യെ കാട്ടി ലെഫ്റ്റിനാണ് തൃണമൂൽക്കാർ ഇപ്പോഴും വിരോധം. ഒരിക്കലും അവരത് പറയില്ല. കോൺഗ്രസും അത് പറയില്ല, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാട്. പക്ഷെ സത്യം നോക്കുകയാണെങ്കിൽ
അതൊരു പൂർണ്ണ പരാജയമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്തവണയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ലെഫ്റ്റ് ഭയങ്കരമായിട്ട് സീറ്റ് വഴിയിൽ എന്തെങ്കിലും ഇപ്പോൾ മുർഷിദാബാദിലെ മുഹമ്മദ് സലീം ജയിക്കുമെന്ന് പറയുന്നു. അത് ജയിച്ചാൽ കൊള്ളാം. പിന്നെ മറ്റൊരു സീറ്റ് മീനാക്ഷിയുടെ സീറ്റ് കിട്ടുമെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ തീർച്ചയായിട്ടും 2 സീറ്റിൽ കൂടുതലൊന്നും ഒരു പ്രതീക്ഷ ലെഫ്റ്റിന് പോലും ഉണ്ടെന്ന് തോന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്തവണ ലെഫ്റ്റിന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ഷെയർ കൂടും. ആ വോട്ട് ഷെയർ കൂടും എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിക്കുള്ള വോട്ട് തന്നെയാണത്. അത് BJP തടയുന്നതിന് അവരെത്ര അണ്ണാറക്കണ്ണന് തന്നാലാകുമെന്ന് പറയുന്ന പോലെ അതൊരു ഇമ്പോർട്ടന്റ് റോളാണ്. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിൽ ഭരണത്തിരിക്കുന്ന ഒരു പാർട്ടിയെ പരിഹസിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനൊരു പ്രത്യേക ഒരു ഊർജ്ജം നമുക്ക്. പക്ഷേ സത്യം ഇതാണ്, ഇത്തവണയും ഇടതുപക്ഷം പല സീറ്റുകളിലും എനിക്ക് തോന്നുന്നു അവരുടെ വോട്ട് ഷെയർ കൂടുന്നത് തന്നെയാണ്. അതൊരു നല്ലൊരു മെസ്സേജാണ്. അത് മാത്രമല്ല, ഞാൻ അറിഞ്ഞിടത്തോളം തൃണമൂലിന്റെ ഉന്നത ലീഡർഷിപ്പ്, മമത ഉൾപ്പെടെ, അവർക്ക് അതിലവര് അത്ര പരിഭവം ഇല്ല എന്നാണ് കാര്യം. BJP-യെക്കാട്ടി എപ്പോഴും ഒരു നല്ല പ്രതിപക്ഷം. മമതയ്ക്ക് വലിയൊരു അബദ്ധമാണ്. 2011 മമത അധികാരത്തിന് വന്ന ശേഷം പ്രതിപക്ഷത്തിന് ഉന്മൂലനാശനം ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് മമത പ്രവർത്തിച്ചത്. പക്ഷെ ആ സ്പേസ് ആണ് BJP, അതായത് ലെഫ്റ്റിനെയും കോൺഗ്രസിനെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെന്ന രീതി ഈ മോദി കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് പറഞ്ഞ പോലെ മമത പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവർ പ്രവർത്തിച്ചത് അങ്ങനെ തന്നെയാണ്. ആളുകളെ പല ബലം തല്ലുകയും പലപ്പോഴും രാഷ്ട്രീയ കൊലപാതകം, പല കാര്യങ്ങളും ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ആ വാക്യൂമിലാണ് BJP വളരെ വളരെ തന്ത്രപരമായി അവർ ആ സ്പേസ് ഓക്കുപ്പൈ ചെയ്തത്. അപ്പൊ ഇപ്പോ എനിക്ക് തോന്നുന്നു തൃണമൂലിലും മനസ്സിലാവുണ്ട്, അത് BJP-യെക്കാട്ടി ഒരു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒപ്പോസിഷൻ തീർച്ചയായിട്ടും ഇടതും കോൺഗ്രസും തന്നെയാണ്. അപ്പോൾ മമതയ്ക്കും അങ്ങനെ പരിഭവം ഉണ്ടാവുകയില്ല. കോൺഗ്രസും BJP-യും കുറച്ച് നന്നായി ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല മമതയ്ക്ക് അതിൽ വലിയ പരിഭവം ഉണ്ടാവുന്നു. അപ്പം നമുക്കത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുമ്പോഴേ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ലെഫ്റ്റും കോൺഗ്രസും ചേർന്ന് മത്സരിക്കുന്നത് തൃണമൂലിൻ്റെ വോട്ടിലേക്ക് കടന്നു കയറുകയും അത് BJP-യെ സഹായിക്കുകയും ചെയ്യും ഒരു വിലയിരുത്തൽ വളരെ ശക്തമായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. ഇപ്പോൾ ലെഫ്റ്റാണെങ്കിൽ ഇപ്പോൾ DYFIയുടെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പ് നടന്ന റാലിയിൽ വലിയ ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്, കൂടുതൽ ചെറുപ്പക്കാർ രംഗത്തിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സംഘാടനം തൃണമൂലിനെ ശോഷിപ്പിക്കുകയും BJP-യെ സഹായിക്കുകയും ചെയ്യുകയാണ് എന്നൊരു വിമർശനം ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് ഭിന്നമായിട്ട് BJP-യുടെ ഒരു വളർച്ചയെ തടയുകയാണോ ഈ പറയുന്ന സഖ്യത്തിൻ്റെ മത്സരത്തിലൂടെ സംഭവിക്കുക? തീർച്ചയായിട്ടും ആ റിസ്ക് താങ്കൾ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് കൂടുതൽ തൃണമൂലിന്റെ വോട്ടാണ് ഇവർ വരുന്നെങ്കിൽ റിസൾട്ട് മറിച്ച് സംഭവിക്കാം. നമ്മൾ വിചാരിച്ചു തിരിച്ച് സംഭവിക്കും. പക്ഷേ 2021 അങ്ങനെയല്ല സംഭവിച്ചത്. 2021 വളരെ വ്യക്തമാണ്, BJP-യുടെ വോട്ട് തന്നെയാണ് BJP-ക്ക്. അത് BJP-യുടെ വോട്ടെന്നൊക്കെ പറയാൻ പറ്റില്ല. ആ BJP-യുടെ വോട്ട് എന്ന് പറയുന്നത് ശരിക്കും ലെഫ്റ്റിന്റെയും കോൺഗ്രസിന്റെയും, അതായത് ജീവൻ രക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി പലരും BJP, പല തൃണമൂലുകാരും, പല CPM അണികളും പല കോൺഗ്രസ് അണികളും BJP-യിൽ അഭയം പ്രാപിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആ പല വോട്ടുകളും തിരിച്ചു വന്നു. ആ പല വോട്ടേഴ്സും 2021 തിരിച്ച് ഇടതുപക്ഷത്തിലോട്ടും കോൺഗ്രസിലോട്ടും കുറച്ചെങ്കിലും, പിന്നെ തൃണമൂലിലും പോയി കാണും. അങ്ങനെ ഉണ്ട്. ഇപ്പൊ 21 സംഭവിച്ചത് തീർച്ചയായിട്ടും തൃണമൂലിന്റെ വോട്ടിൽ നിന്ന് ഒട്ടും ഇവർക്ക് കിട്ടിയ വോട്ടുകൾ കൂടുതലും BJP-യുടെ വോട്ടുകളാണ്. അപ്പൊ ഈ 24 എന്ത് സംഭവിക്കും നമുക്കറിയില്ല. താങ്കൾ പറഞ്ഞ പോസിബിലിറ്റി ഇസ് വെരി റിയൽ. പക്ഷേ സോഫാർ ഈ സാധാരണഗതി ഞാൻ പറഞ്ഞ തൃണമൂൽ ലീഡേഴ്സ് പോലും പറയുന്നത് അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് BJP-യുടെ വോട്ടായിരിക്കും ഇടതുപക്ഷവും കോൺഗ്രസും നേടിയെടുക്കുക. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാര്യം ഞാൻ കേട്ടത് ചില ന്യൂനപക്ഷം, അറ്റ്ലീസ്റ്റ് നോർത്ത് ബംഗാളിൽ പല സ്ഥലങ്ങളിലെ ന്യൂനപക്ഷങ്ങളിലും ഇടതിലോട്ടും കോൺഗ്രസിലോട്ടും ഒക്കെ തിരിച്ച് വീണ്ടും, കാര്യം ന്യൂനപക്ഷ വോട്ട് അങ്ങനെ ഒരു വോട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും 2009 വരെ അത് ലെഫ്റ്റിന്റെ ഒരു മൊണോപ്പൊളി ആയിരുന്നു. ലെഫ്റ്റ് ജയിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട റീസൺസ് അതായിരുന്നു. അതായത് മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ അവരതിൽ ലെഫ്റ്റിനെ വിട്ടുപോയി. പക്ഷെ അവർ ചിലരൊക്കെ പറയും തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം അൺസർട്ടൺ, നമുക്കറിയില്ല. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ പിന്നെ കുറച്ചും കൂടി നമുക്ക് ഈ ബംഗാളിന്റെ ഒരു വോട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് പല സ്ഥലങ്ങളിലും വളരെ വ്യക്തമായ മുസ്ലിം ഏരിയാസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് മിക്കവാറും
ചില തീരുമാനം ഇലക്ഷൻ ഡേറ്റ് വെച്ച് നമുക്ക് തീരുമാനങ്ങൾ കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് പലപ്പോഴും ഇലക്ഷൻ കഴിഞ്ഞാൽ പോലും നമുക്ക് അറിയില്ല എന്താ സംഭവിച്ചു. പക്ഷേ ബംഗാളിൽ നമുക്ക് കുറച്ചെല്ലാം ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞ ഇറ്റ്സ് എ പോസിബിലിറ്റി. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് BJP വലിയ ഗെയിൻ ഉണ്ടാക്കുവാനാണ്. റൈറ്റ്. നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ ബെറാംപൂർ ആദിർ രഞ്ജൻ ചൗധരി മത്സരിക്കുന്ന, മാൽഡ മുഷ്താഖ് ആലം, രണ്ടുപേരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. അതുപോലെ മുർഷിദാബാദ് മുഹമ്മദ് സലീം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ ഈ 3 സീറ്റും വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സീറ്റുകളായിട്ട് കാണാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. എത്രത്തോളം സാധ്യതയുണ്ട് ഈ സീറ്റുകളിലൊക്കെ? ആദിർ രഞ്ജൻ ചൗധരി ബെറാംപൂരിൽ ജയിക്കും എന്ന് ബംഗാൾ സന്ദർശിച്ചു മടങ്ങിയ മലയാളി പത്രപ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. അതെ, ഞാനും അങ്ങനെയാണ് കേട്ടത്. കാര്യം അത് ബെരാംപൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏത് സീറ്റ് ഇപ്പം ഒരു എറണാകുളവും കോൺഗ്രസും നമുക്കൊരു അങ്ങനെ നമ്മൾ ജനിച്ചപ്പോഴേ കേട്ടാണ് ഇങ്ങനെ അവിടെ എറണാകുളത്ത് കോൺഗ്രസ് ജയിക്കുള്ളൂ എന്ന്. അതുപോലെ ബെരാംപൂർ എന്ന് പറഞ്ഞാൽ അധീറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പിന്നെ അധീറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ CPM എപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു പെർമനന്റ് ഒപ്പോസിഷൻ ലീഡർ എന്നുള്ള അധീർ ഒരിക്കലും ബംഗാളിൽ ഭരണത്തിൽ നിന്നിട്ടില്ല. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം CPM ഭരിച്ച കാലത്ത് മുഴുവൻ CPMനോട് എതിരിടുകയും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു കേസിൽ ജയിലിൽ അടച്ചപ്പോഴും അദ്ദേഹം ഇംഗ്ലീഷ് വായിക്കാൻ പഠിച്ച, ജയിലിലിരുന്ന് പത്രം വായിച്ച, സ്റ്റേറ്റ്സ്മാൻ പത്രം വായിച്ചാണ് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ചില ചില ദുരന്തങ്ങൾ ഒരിക്കലും സാധാരണ മനുഷ്യരെ തകർക്കുന്ന രീതിയിലുള്ള ദുരന്തങ്ങൾ, അതെല്ലാം അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ എന്താണ് മോട്ടിവേറ്റ് എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുന്നുണ്ട്. കാര്യം ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഉൾവലിയുകയോ അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷെ അദ്ദേഹം വീണ്ടും ഒരു ഒറ്റയാൾ പട്ടാളം പോലെ ഇങ്ങനെ പോരാടുക. പിന്നെ നമ്മൾ കണ്ട 2 ദിവസം മുമ്പ് കോൺഗ്രസിന് പോലും ഖർഗെക്ക് പോലും അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ചൊന്ന് പൈപ്പ് ഡൗൺ ചെയ്യണമെന്ന് പറയേണ്ടി വരിക. അപ്പൊ അദ്ദേഹം ഒരു നമ്മുടെ ഒരു MV രാഘവനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹം തന്നെ അവിടെ ജയിക്കുന്നതാണ് ന്യായമായ രീതിയിലുള്ള ഒരു ഇത്. പക്ഷേ മമതയെ നമ്മൾ ഒരിക്കലും വി ഷുഡ് നോട്ട് അണ്ടർസ്റ്റിമേറ്റ്. മമതയ്ക്ക് ഇദ്ദേഹമായിട്ട് വ്യക്തിപരമായ ഒരിക്കലും ഇവർ തമ്മിൽ ചേരില്ല. വ്യക്തിപരമായ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്പർദ്ധയുണ്ട്, അവർ തമ്മിലുണ്ട്. അപ്പൊ അതുകൊണ്ട് മമത അവരെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ഷി വിൽ പുൾ ഔട്ട് ഓൾ സ്റ്റോപ്സ് എന്ന് പറയും. എന്ത് രീതിയും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലൊരു ഇംപ്രഷനും ക്രിയേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അറിയില്ല. തീർച്ചയായിട്ടും നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ അധീർ തന്നെയാണ് വിജയിക്കേണ്ടത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ. ഇപ്പോൾ ഒരു അമേത്തിയിൽ കഴിഞ്ഞ തവണ BJP സുമിത് ഇറാനിയെ കൊണ്ടുവന്ന അതൊരു പ്രസ്റ്റീജിയസ് സീറ്റായിട്ട് എടുത്ത പോലെ ഇത്തവണ മമത ഇർഫാനാണ്. അപ്പം അങ്ങനെ ഒരു ഇത് എന്താണ് ഇമ്പാക്ട് ഉണ്ടാക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ഇലക്ഷൻ ഒരിക്കലും നമ്മുടെ ഏറ്റവും വലിയ ഇലക്ഷൻ നമ്മളുള്ള ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ മുറികളിൽ നിന്നും ചാരകസയിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ പോലെ അല്ല. ആളുകൾക്ക് ഒരു മനസ്സുണ്ട്, അതിൽ കാര്യമുള്ളൂ അവസാനം. റൈറ്റ്. മാൽഡയും മുർഷിദാബാദും. മാൽഡയെ കുറിച്ച് എനിക്ക് അധികം, മുർഷിദാബാദ് തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന സലീമിന് തന്നെ CPMന്റെ ഏറ്റവും ചാൻസ് ഉള്ള സീറ്റ് മുർഷിദാബാദ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ വളരെ അടുത്ത ചില പത്രപ്രവർത്തകർ പറയുന്നത് അവര് ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് എപ്പോഴും വലിയ ഉറപ്പില്ല. CPM നന്നായി ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും, പക്ഷെ ജയിക്കുമോ എന്നുള്ള കാര്യം മുർഷിദാബാദ് എല്ലാം ഈ കോൺഗ്രസിന് വളരെ ഇതുള്ള ഒരു, പക്ഷെ ചില ഈ മാൽദയിലും ഫാമിലിയുള്ള പ്രശ്നങ്ങൾ, ആ കുടുംബത്തിന് ഖാൻ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ എവിടെ നമുക്ക് അപ്പൊ ഒന്നും ഈ 2 സീറ്റിനെ കുറിച്ച് എനിക്ക് പറയാൻ അത്ര ഇൻഫർമേഷനോ അറിവോ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ കേട്ടത് താങ്കൾ കേട്ട പോലെ അവിടെ CPMന് ഏറ്റവും ചാൻസ് ഉള്ളത് മുർഷിദാബാദാണെന്ന് പറയുന്നു. പക്ഷെ മറുപക്ഷം ഞാൻ പലപ്പോഴും ഇന്നലെ ചെറിയ സംസാരിച്ചു അവർ അങ്ങനെ നമുക്ക് 100% പറയാനൊന്നും പറ്റില്ല എന്നും പറയുന്നു. റൈറ്റ്. ഈ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിൻ്റെ സാന്നിധ്യം അത് ഇത്തവണ 17 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസ് സഖ്യത്തിനൊപ്പമായിരുന്നു. ഈ ICF പിടിക്കുന്ന വോട്ടുകൾ അത് ഈ ന്യൂനപക്ഷ വോട്ടുകളിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പാകത്തിലേക്ക്. ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ചില മണ്ഡലങ്ങളിൽ അവർക്ക് ആഘാതമുണ്ടാക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആഘാതമുണ്ടാക്കാൻ പാകത്തിനുണ്ടോ ഈ സെക്യുലർ ഫ്രണ്ടിൻ്റെ സാന്നിധ്യം? എനിക്ക് തോന്നുന്നില്ല. കാര്യം വീണ്ടും ഞാനത് വെറും നമ്മുടെ മുൻകാല ഇലക്ഷൻ ഡേറ്റ വെച്ച് പറയുന്നതാണ്. അതായത്
ബംഗാളിന്റെ മറ്റൊരു പ്രത്യേകത, ഈ നോർത്ത് ബംഗാൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് അവിടെയൊക്കെ അവിടെ എല്ലാവരും അവിടുത്തെ മുസ്ലിങ്ങളും മമതയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ കൂടുതലും ക്രിട്ടിക്കലായിട്ട് കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ലെഫ്റ്റിനും കോൺഗ്രസിനും മുസ്ലിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഇൻറോഡ്സ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ അത് മിക്കവാറും നോർത്ത് ബംഗാളിൽ മുസ്ലിം കാര്യം അവര് കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് മമത കാര്യം ചെയ്ത് ശരിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ഒരു അതിന് പ്രധാന കാരണം ഈ BJP എന്ന് പറയുന്ന ഈ ഒരു 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 വലിയൊരു ഫോഴ്സ് അതിന്റെ ത്രെറ്റ് നോർത്ത് ബംഗാളിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നോർത്ത് ബംഗാളിൽ BJP അതൊരു ബോർഡർ ഏരിയയും കൂടെ ആയതുകൊണ്ട് BJP പോപ്പുലറാണ്. BJP അങ്ങനെ അത്ര സംശയത്തോടും ഭീതിയോടും കൂടി അല്ല നോർത്ത് ബംഗാളിലുള്ള മുസ്ലിങ്ങൾ കാണുന്നത്. അതേസമയം സൗത്ത് ബംഗാൾ നമ്മൾ പറഞ്ഞ കൽക്കട്ടയും മറ്റ് സ്ഥലങ്ങൾ നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, ഹൗറ, ഹുഗ്ലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിലെ മുസ്ലിങ്ങൾ അവർക്ക് ശരിക്കും ഭയമാണ്, ഭീകരം. നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലോ മറ്റേത് ഇപ്പൊ ഡൽഹിയിലെ നോയിഡയിലുള്ള ഒരു മുസ്ലിം കുടുംബത്തിനുള്ള എല്ലാ ഭയവും ഇവർക്കുണ്ട്. അതായത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകില്ല എന്നുള്ളൊരു ഭീതി, അതൊരു വലിയൊരു സൗത്ത് ബംഗാളിൽ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഈ ഒരു ഫാക്ടർ കാരണം സൗത്ത് ബംഗാളിലെ മുസ്ലിംസ് മിക്കവാറും അവർക്ക് എന്തൊക്കെ മമതയുടെ അടുത്ത് പരാതി ഉണ്ടെങ്കിലും ഒന്നടങ്കം എനിക്ക് തോന്നുന്നു ഓൺ മാസമായിട്ട് തൃണമൂലിൽ തന്നെയാണ് വോട്ട് ചെയ്യാൻ സാധ്യത. ഇത് ഇവിടെ പ്രസക്തമാവുന്നത് ഈ താങ്കൾ പറഞ്ഞ ഈ സെക്കുലർ ഫ്രണ്ടിന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങൾ നോർത്ത് 24ഉം സൗത്ത് 24 പർഗനാസും, ചിലപ്പോൾ ഹുഗ്ലി ഡിസ്ട്രിക്റ്റിൽ കുറച്ച് കാണും. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നില്ല അവര് ഇങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ, കാര്യം ഈ ഇലക്ഷൻ ഇന്ത്യയിൽ ഏറ്റവും അഫക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് മറ്റേത് ഇതിനെക്കാട്ടി. അപ്പൊ അവര് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അത് അറിവോടുകൂടി ഇൻഫർമേഷൻ ഡ്രിവൺ ഇലക്ഷൻ വോട്ട് തന്നെ ആയിരിക്കും അവരുടെ വോട്ട്. അവരെനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഇതിൽ നിന്ന് ഈ പേര് സെക്കുലർ ഫ്രണ്ട് എന്നുള്ള പേര് കേട്ട് വശംവരെ അങ്ങോട്ട് മാറി വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. ഈ ബംഗാളിനെ ഒരു വർഗീയമായി ഡിവൈഡ് ചെയ്യുക എന്ന അജണ്ട BJP നടപ്പാക്കിയത് താങ്കൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഏതാണ്ട് അതിനെ വിപുലീകരിക്കാനുള്ളൊരു ശ്രമം മോദിയുടെ നേതൃത്വത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴും ഒക്കെ നടക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമത അതിനെ മറികടന്ന ഒരു ബംഗാളി ഇമോഷൻ അല്ലെങ്കിൽ ബംഗാളി പ്രൈഡ് ഉയർത്തിക്കൊണ്ടാണ്, ഒരു ബംഗാളി സ്വത്വം മുന്നിൽ വെച്ചുകൊണ്ടാണ് മമത അതിനെ മറികടക്കാൻ കുറേയൊക്കെ ശ്രമിച്ചത്. അത് വിജയം കാണുകയും ചെയ്തു. അപ്പോൾ ഇത്തവണയും അതേ ടാക്ടിക്സ് മമത ഉപയോഗിക്കുന്നുണ്ടോ? ഇതും അത് അന്ന് നമ്മൾ 2019 നോക്കുകയാണെങ്കിൽ അത് മമത ശരിക്കും നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡേറ്റ് ഒക്കെ വെച്ച് അങ്ങനെ വളരെ ഡീപ്പ് ഡൈവിംഗ് എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സും നടന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മമത പലപ്പോഴും റിയാക്ട് ചെയ്യായിരുന്നു. കാര്യം അത് മമതയ്ക്ക് ഒരു വീണ് കിട്ടിയ കനി എന്നൊക്കെ നമ്മൾ പറയും, ഭാഗ്യം എന്ന് പറയും. അതായത് നോർത്ത് ഇന്ത്യ പ്രത്യേകിച്ച് അമിത്ഷാ, നരേന്ദ്രമോദി, പിന്നെ മറ്റു പല നദ്ദ, ഇവരെക്കാട്ടെ എല്ലാം JP നദ്ദ ഇങ്ങനെയുള്ള നേതാക്കൾ അവിടെ ബംഗാളിൽ വന്നിട്ട് ഈ ബംഗാളിൽ അവർ വളരെ ആരാധിക്കുന്ന നമ്മുടെ ലോക്കലായിട്ടുള്ള പല സോഷ്യൽ റിഫോമേഴ്സും മറ്റുള്ളവരെ കുറിച്ചും ഇവരെ കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ അവരുടെ പ്രസംഗങ്ങളിലൂടെയും മറ്റു പല അബദ്ധങ്ങളിലും കൂടെ ഒരു പ്രതിമ അവരടുത്ത് ഒരാളുടെ പ്രതിമ മാറിപ്പോവുക, പ്രതിമ അനാവരണം ചെയ്യുമ്പോൾ ഒരു ട്രൈബൽ ഐക്കന്റെ ഒരു നേതാവിന്റെ ഇത് മാറിപ്പോവുക, പേരുകൾ മാറിപ്പോവുക, കവിതയെക്കുറിച്ച് അത് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ഇവർ ചെയ്തിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ BJP ഇപ്പോഴും ഒരു നോർത്ത് ഇന്ത്യ പാർട്ടിയാണ് എന്ന് വീണ്ടും അത് BJP തന്നെയാണ്, അത് ശരിക്കും പറഞ്ഞാൽ BJP തന്നെയാണ് അത് പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ചില നമ്മൾ ഈ ഗ്യാഫ് എന്നൊക്കെ പറയുന്ന അബദ്ധങ്ങളിലൂടെ, ഈ പൊളിറ്റിക്കൽ ബ്ലണ്ടേഴ്സിലൂടെ. അപ്പൊ ഇത് മമത വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യണം. അതിൽ മമത ഒരു ബംഗാളി സബ് നാഷണലിസം ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിലും പലരും ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ മമത അത് മുൻകൈ എടുത്ത് ചെയ്തതല്ല. BJP അവർക്ക് ഈ നമ്മൾ ഈ പറയും പോലെ ഈ ഓൺ ഗോൾ അടിക്കുമ്പോൾ ഗോൾ അടിച്ചപ്പോൾ മമത ആ പന്തും കൊണ്ട് ഓടി എന്നുള്ള ഇതാണ്. അതായത് ഇവരിങ്ങനെ അതുപോലെ താങ്കൾക്ക് ഓർമ്മയാണ് നരേന്ദ്രമോദി ആ സമയത്ത് ടാഗോറിനെ പോലെ താടി വളർത്തുക, ഇതെല്ലാം വളരെ പരിഹാസ്യമാണ്. നമ്മുടെ ഇവിടെ ഭീമൻ രഘു ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം. ഒരു പ്രധാനമന്ത്രി ആലോചിച്ചോ അതുപോലെ താടി വളർത്തി. ഇപ്പൊ ഞാൻ താടി വളർത്തിക്കൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ഇതിനെ താഴെ വന്ന് എന്നെ ട്രോൾ ചെയ്യായിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷേ എന്റെ താടി ടാഗോറിന്റെ താടിയല്ല, ഇത് സാധാരണ താടി. പക്ഷെ നരേന്ദ്രമോദി നമ്മൾ നോക്കിയാൽ ടാഗോറിന്റെ പോലെ താടി വളർത്തുക, അങ്ങനത്തെ അതേ അങ്ങനെ ഒരു പുതക്കി ഒരു തുണി വെച്ച് ഇങ്ങനെ വസ്ത്രധാരണം ചെയ്യുക, ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളും മറ്റു കാര്യങ്ങളും വന്നപ്പോൾ ബംഗാളി
അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബംഗാളിനെ ഇൻസൾട്ട് ചെയ്യാണ് ഇവർ ചെയ്തത് പലപ്പോഴും. അപ്പൊ അത് ഒരു സബ് നാഷണലിസം എന്ന് സബ് നാഷണലിസം നമ്മുടെ നാട്ടിൽ ഒരാൾ വന്ന് നമ്മുടെ നാട്ടിനെ പരിഹസിക്കുന്ന രീതിയിൽ പ്രതിക്കുമ്പോൾ അതിന് നമ്മൾ സബ് നാഷണലിസം ആണ് വിളിക്കേണ്ടത്, അതോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ റെസ്പോൺസ്. ഇത് നമ്മുടെ കൾച്ചറിനെ കുറിച്ച് ഒരു വിവരമില്ലാത്ത കുറെ പേര് വന്ന് നമുക്കറിയാത്ത ഒരു ഭാഷയിൽ എന്തൊക്കെ പുലമ്പിട്ട് പോകുന്നു പരിഹാസമായ രീതിയിൽ. പിന്നെ വളരെ ഒരു നടന്ന സംഭവം അമിത്ഷായുടെ റാലി, അത് കൽക്കട്ടയിലെ അവസാനത്തെ ഇതുപോലത്തെ ഒരു സമയത്തായിരുന്നു. അവസാനത്തെ റൗണ്ട് അടക്കുന്ന സമയത്ത് കൽക്കട്ടയിൽ കൂടെ റാലി പോവുകയും അമിത്ഷായുടെ ജീപ്പ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിറകെ പോയ കുറെ പേര്, അദ്ദേഹത്തിന് അറിയില്ല സംഭവിച്ചാണ്, അവിടുത്തെ ഒരു വിദ്യാസാഗർ കോളേജിനകത്ത് കയറി ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെ പ്രതിമ തച്ചുടക്കുകയും ചെയ്തു. അപ്പൊ അവർ വിചാരിച്ചാണ് ഏതെങ്കിലും തൃണമൂൽ നേതാവിന്റെ പ്രതിമയാണെന്ന് ഇവർ ചെയ്തായിരിക്കാം. അത് പക്ഷേ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറഞ്ഞാൽ ബംഗാൾ മാത്രമല്ല ഇന്ത്യനെ കണ്ട ഏറ്റവും വലിയ സോഷ്യൽ റിഫോമേഴ്സിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിമ തച്ചുടക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു. അതൊരു വലിയൊരു, അപ്പൊ ഇതൊരു ഇലക്ഷൻ, കൽക്കട്ടയിൽ നടന്ന ഇലക്ഷൻ 2 ദിവസം മുമ്പാണ് സംഭവിക്കുന്നത്. എനിക്കൊണ്ട് ക്യാമ്പയിനിൽ അവസാനത്തെ ദിവസം. ഇത് തീർച്ചയായിട്ടും കൽക്കട്ടയിൽ വലിയൊരു ഇമ്പാക്ട്. അപ്പം പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ പ്രതിമ ഇവർ നേരത്തെ തച്ചുടച്ചെങ്കിൽ ബി.ജെ.പിയുടെ സീറ്റിൽ 18-ൽ നിന്ന് താഴെ പോയിന്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ബി.ജെ.പി 22 18-ൽ നിന്ന് 22 കൽക്കട്ടയിൽ 3-4 സീറ്റുകൾ പിടിക്കാൻ പറ്റിയേനെ എന്ന ആ രീതിയിൽ. കാര്യം അങ്ങനത്തെ ഒരു ബാക്ക്ലേഷ് ആയിരുന്നു ഉണ്ട്. അതായത് ഇപ്പൊ ആലോചിച്ചു, ഒരു നമ്മുടെ ഇവിടെ ഒരു ശ്രീനാരായണനെ കുറിച്ച് ഒരു പ്രതിമ ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ തല്ലി തകർക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇമ്പാക്ട്? അതുപോലത്തെ ഇമ്പാക്ട് ആയിരുന്നു അവിടെ നടന്നത്. അപ്പം ഈ സബ് നാഷണൽ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും മമത അത് മുതലെടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷെ അത് തുടങ്ങി വെച്ചത് ഈ ബി.ജെ.പിയുടെ അബദ്ധങ്ങളിലൂടെയാണെന്നുള്ള കാര്യം. അത് ഇത്തവണ ഇപ്പൊ ഈ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പ് നരേന്ദ്രമോദി ഒരു സന്യാസി, ഒരു മങ്കിനെ കുറിച്ചൊരു ഒരു പ്രഭാഷണം നടത്തിയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് മമത, അപ്പൊ അദ്ദേഹം അവിടെ വർഗീയമായ രീതിയിൽ, അത് മുർഷിദാബാദിനടുത്ത് ഔറംഗാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില ഒരു കമ്മ്യൂണൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തൃണമൂൽ ഏജന്റുമാരെ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഒരു സന്യാസി പറഞ്ഞതായിട്ട് മമത ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. അത് മോദിയും ഏറ്റെടുത്തു. ആ സന്യാസി മമതയ്ക്കെതിരെ മാനഹാനിക്ക് കേസ് കൊടുക്കാൻ പോകുന്നു, നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ മമത ഇന്നലെയും ഷീ റിപ്പീറ്റഡ് ദ സെയിം ചാർജസ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള ലോക്കൽ, അപ്പം പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ, അതായത് ഒരു നാഷണൽ ഫിഗർ അവിടെ വന്ന് വളരെ ലോക്കലായിട്ടുള്ള ചിലപ്പോൾ കമ്മ്യൂണലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടോ, അത് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുമോ എന്നൊരു ചോദ്യവും ഉണ്ട്. കാര്യം പലപ്പോഴും ഇങ്ങനെ മങ്ക് എന്ന് പറയുമ്പോൾ ചില മറ്റു പല ബംഗാളുമായിട്ട് വളരെ പ്രസിദ്ധമായ, ഇന്ത്യ മുഴുവൻ പ്രസിദ്ധമായ ചില മഠങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ കലർത്താൻ ചില ട്രോളുകൾ ശ്രമിക്കുന്നു. അപ്പൊ അതുമായിട്ടൊന്നും യാതൊരു ബന്ധമല്ല. ഇത് ഭാരത സേവാ സംഘാശ്രമം എന്ന് പറയുന്ന സംഘാശ്രമം എന്ന് പേരും തോന്നുന്നു. അവർ മുർഷിദാബാദിൽ ഔറംഗാബാദ് എന്ന സ്ഥലത്താണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ മൈക്രോവൽ കാര്യങ്ങൾ പോലും പ്രൈം മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല. ലോക്കൽ ബി.ജെ.പിക്കാർ ചെയ്തോട്ടെ, അതിൽ അവരും ചെയ്യാൻ പാടില്ല. കാര്യം കമ്മ്യൂണലായിട്ടുള്ള ടെൻഷനുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഇത് പ്രധാനമന്ത്രി ചെയ്യുക. അപ്പൊ ഇത് ഈ സബ് നാഷണലിസം നമ്മൾ ഉണ്ടെങ്കിൽ അത് ബി.ജെ.പി തന്നെയാണ് അതിന് കാരണം. അത് മമതയെ നമുക്കത് കുറ്റം പറയാൻ പാടില്ല എന്നാണ് എൻ്റെ പക്ഷം. റൈറ്റ്. നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവസാനമായിട്ട് ഒറ്റ കാര്യം ചോദിക്കട്ടെ. 2019 18 സീറ്റ്, അതിൽ നിന്ന് ബി.ജെ.പിക്ക് ബംഗാളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഈ അവസാന 2 ഘട്ടങ്ങൾ ബാക്കി നിൽക്കെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് പൊതുവേ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് അങ്ങനെയല്ല, തൃണമൂലിൽ തന്നെയാണ് മുൻകൈ എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം നമ്മളെല്ലാം ഞാനിങ്ങനെ വളരെ കിലോമീറ്റർ, ആയിരക്കണക്കിന് 2500 കിലോമീറ്റർ കൂടുതൽ തിരുവനന്തപുരത്തിരുന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിങ്ങനെയൊന്നും സംഭവിച്ചോളണമെന്നില്ല. പക്ഷെ ഞാൻ കേട്ടത്, ഇപ്പൊ ഇന്ന് താങ്കൾ രാവിലെ എന്നോട് സംസാരിച്ച ശേഷം വീണ്ടും ബംഗാളിൽ ചിലവായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അവർ പറയുന്നത് തൃണമൂലിൽ തന്നെയാണ് മുൻകൈ, നമ്മൾ നേരത്തെ വിചാരിച്ച പോലെയുള്ള ഒരു നേട്ടം ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. റൈറ്റ്. അതാണ് പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ചിത്രം. 2 ഘട്ടങ്ങൾ ബാക്കിയിരിക്കുന്നു. അവിടുത്തെ പോളിംഗ് 7 ഘട്ടങ്ങളിലും പോളിംഗ് ഉണ്ട്. അതിൽ 2 ഘട്ടം ബാക്കിയിരിക്കുന്നു. മോദി ഫാക്ടർ അത് 2019 പോലെ 2024 ബംഗാളിൽ ചിലവാകുന്നുണ്ടോ, അതോ തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറയും മമതാ ബാനർജിയുടെ ജനകീയ പ്രതിച്ഛായയും അതാണോ ബംഗാളിൽ മേൽക്കൈ നേടി നിൽക്കുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം ജൂൺ 4-ന്.